രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്നറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്ന കണക്കുകൂട്ടലുകൾക്കും കരുനീക്കങ്ങൾക്കും എക്സിറ്റ് പോൾ ഫലങ്ങൾ ആക്കം കൂട്ടും. വരാനിരിക്കുന്ന ദിവസങ്ങളിലെ രാഷ്ട്രീയ ചർച്ചകൾക്കും ഈ ഫലങ്ങൾ തന്നെയാകും പ്രധാന ആധാരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏപ്രിൽ 29-നായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത്. ദേശീയ മാധ്യമങ്ങളും വിവിധ ഏജൻസികളും അന്ന് LDF തുടർഭരണം പ്രവചിച്ചിരുന്നു. പിന്നീട് വോട്ടെണ്ണൽ ഫലം വന്നപ്പോൾ ആ പ്രവചനങ്ങൾ ശരിവെക്കപ്പെട്ടിരുന്നു. സാധാരണ സർവേകളേക്കാൾ എക്സിറ്റ് പോളുകൾക്ക് കൂടുതൽ വിശ്വാസ്യത ഉണ്ടെന്ന ധാരണ നിലനിൽക്കുന്നതിനാൽ ഇന്നത്തെ ഫലങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഏറെ ആവേശത്തോടും ഉത്കണ്ഠയോടും കാത്തിരിക്കുകയാണ്. 2021 11 എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 6ഉം LDFന് അനുകൂലമായിരുന്നു. 84, 92, 104, 120, 93, 111, 72, 79, 72, 80, 71, 77 എന്നിങ്ങനെയായിരുന്നു ആ പ്രവചനങ്ങൾ. വോട്ടെണ്ണിയപ്പോൾ 99 സീറ്റുമായി LDF അധികാരം നിലനിർത്തി. 11 എക്സിറ്റ് പോളിൽ മാത്രമാണ് UDF മുന്നിലെത്തിയത്. ബാക്കി 4 പ്രവചിച്ചത് ഒപ്പത്തിനൊപ്പമുള്ള മത്സരവും അതിൽ നേരിയ വിജയവുമായിരുന്നു. NDA സംബന്ധിച്ച കണക്കുകൂട്ടലുകൾ പക്ഷേ മിക്കതിലും പിഴച്ചു. 4 എക്സിറ്റ് പോളുകൾ 0-2 സാധ്യത പ്രവചിച്ചത് ഒഴിച്ചാൽ NDAക്ക് ഉറപ്പായും സീറ്റ് ലഭിക്കുമെന്ന സാധ്യതയാണ് മറ്റെല്ലാ എക്സിറ്റ് പോളുകൾക്കും ഉണ്ടായിരുന്നത്. ഒരു എക്സിറ്റ് പോൾ NDAക്ക് 2 മുതൽ 7 വരെ സീറ്റ് പ്രവചിച്ചു. വോട്ടെണ്ണിയപ്പോൾ പക്ഷേ 2016 തുറന്ന അക്കൗണ്ട് BJPക്ക് പൂട്ടേണ്ടി വന്നു. ഇത്തവണ വോട്ടെടുപ്പിന് മുമ്പ് പുറത്തുവന്ന സർവേ ഫലങ്ങൾ സമ്മിശ്രമായിരുന്നു. LDFനും UDFനും സാധ്യത കൽപ്പിക്കപ്പെട്ടു. ചിലതിൽ ഒപ്പത്തിനൊപ്പമുള്ള മത്സരവും പ്രവചിക്കപ്പെട്ടു. സർവേകൾ ആർക്കും വ്യക്തമായ സാധ്യത നൽകാത്ത ഈ സാഹചര്യവും എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച് ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നു. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളോടെ കടന്നുകൂടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് LDF. ഭേദപ്പെട്ട വിജയം തൊട്ടടുത്തെത്തിയെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. ഏതാനും സീറ്റുകളിൽ ജയിച്ചു വരാൻ കഴിയുമെന്ന് BJP വിശ്വസിക്കുന്നു. 3 കൂട്ടരും പങ്കുവയ്ക്കുന്ന കണക്കുകൂട്ടലുകളെ എക്സിറ്റ് പോളുകൾ സാധൂകരിക്കുമോ നിരാകരിക്കുമോ എന്ന് ഇന്നറിയാം.